കാക്കക്കറമ്പി. അവതരണം ഷിബു ജോസഫ്. രചന വിദ്യാഭ്യാസം. സ്കൂൾ ഗ്രൗണ്ടിൽ എല്ലാവരും കാത്തിരുന്നു. മൗനികയെ ആരവും ചിരിയോടെ അവരുടെ അടുത്ത് വന്നു. എല്ലാവരും വന്നല്ലോ, പോവാം, ഹെച്ചമ്മ ചിരിയോടെ ചോദിച്ചു. ആ, എല്ലാവരും തലയാട്ടി. ബസ്സിൽ കയറി എല്ലാ പിള്ളേരും അടിച്ചു പൊളിച്ച് ടൂർ ആസ്വദിച്ചു. മൗനിക ഇടങ്ങിട്ട് ആരവിനെ നോക്കി. ആരവ് മൗനികയെ നോക്കി പുഞ്ചിരിച്ചു. മൗനികയുടെ പാട്ടും പിള്ളേരുടെ ഡാൻസും ഒക്കെ ചേർന്ന് ആ യാത്ര മനോഹരമായിരുന്നു. ഊട്ടിയെത്തി. എല്ലാവരോടും ഇത്ര സമയത്തിനകം ഈ സ്ഥലത്ത് വരാൻ പറഞ്ഞ് എല്ലാവരെയും വിട്ടു. ആരവും മൗനികയും കണ്ണുകൾ തമ്മിൽ പ്രണയം കൈമാറി. ഊട്ടി കണ്ട് അതുവഴി ബാംഗ്ലൂർ പോകാനായിരുന്നു അവരുടെ തീരുമാനം. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തിയപ്പോൾ തമിഴ്നാട് മന്ത്രി മരണപ്പെട്ടു, വണ്ടികൾ ഓടാൻ പാടില്ല, സമരം നടക്കും എന്ന വാർത്ത കേട്ട് എല്ലാവരും ഞെട്ടി. സാറേ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ആകെ കുടുങ്ങിയല്ലയോ? ഹെച്ചമ്മ പരവേശത്തോട് ചോദിച്ചു. 3 ദിവസം ഇനി വണ്ടിയൊന്നും ഓടില്ല. നമുക്കിവിടെ റൂം എടുക്കാതെ വേറെ വഴിയില്ല സാറേ, ആരവ് എല്ലാവരും നോക്കി പറഞ്ഞു. അപ്പോൾ ബാംഗ്ലൂർ? പിള്ളേർ ഒരുമിച്ച് ചോദിച്ചു. പിന്നെ ഇവിടെ നിന്ന് നാട്ടിലെങ്ങനെ പോകും എന്ന് ആലോചിക്കുക. അപ്പോഴാ അവന്മാരുടെ ഒരു ബാംഗ്ലൂർ. ഏത് സമയത്താണാവോ ആ മന്ത്രിക്ക് ചാവാൻ തോന്നിയത്? ഹെച്ചമ്മ കലിപ്പോടെ ചോദിച്ചു. ബാംഗ്ലൂർ ഒന്നും വേണ്ട, ഇവിടെ 3 days സ്റ്റേ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് നാട്ടിലോട്ട് പോവാം. അതേ ഉള്ളൂ സാറേ ഇപ്പോൾ വഴി. ആരോ പറഞ്ഞതും എല്ലാവരും സമ്മതിച്ചു. വിവരം അറിഞ്ഞ് എല്ലാ പിള്ളേരുടെയും അച്ഛനമ്മമാരും പേടിയോട്ട് വിളിച്ചു. എല്ലാരെയും ആരോ സമാധാനിപ്പിച്ചു. എന്നാൽ നമുക്ക് ഇവിടെ റൂം എടുക്കാം. ഹെച്ചം പറഞ്ഞതും ആരോ സമ്മതിച്ചു. സാറേ, നമുക്ക് മുതുവല വഴി പോവാം, അതാകുമ്പോൾ നമുക്ക് സേഫാണ്, ഡ്രൈവർ പറഞ്ഞു. അതൊക്കെ വേണോ? റിസ്ക് അല്ലയോ? മാത്രമല്ല വന്യമൃഗങ്ങളൊക്കെ ഉണ്ട്, അത്ര സേഫാണെന്ന് തോന്നുന്നില്ല. പിള്ളേരൊക്കെ ഉണ്ട്, വേണ്ട, ഹെച്ചം മറുത്തു. സാറേ, മുതുവല നേരെ കോഴിക്കോട് പോയി ചേരും, അവിടെ നിന്ന് നമുക്ക് കൊല്ലത്തിലോട്ട് പോവാം, ഡ്രൈവർ പിന്നെയും പറഞ്ഞു. അതൊന്നും ശരിയാകില്ല, നമുക്കിവിടെ സ്റ്റേ ചെയ്യുന്നതാണ് നല്ലത്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഹോം ഇവിടെയാണ്, അവനൊന്ന് വിളിച്ചോക്കട്ടെ, ആരോ പറഞ്ഞുകൊണ്ട് ഫോൺ എടുത്തു. കുറച്ചു സമയമായതും എല്ലാവരെയും കൊണ്ട് ആരവ് ഒരു വീടിന്റെ മുന്നിൽ കൊണ്ടു നിർത്തി. ആരവിനെ കണ്ടതും ഒരു യുവാവ് ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. വന്ന സമയം കൊള്ളാം അല്ലേടാ? ആരവ് ചിരിയോടെ ചോദിച്ചു. സാർ, ഇവൻ അരുൺ, എൻ്റെ സ്കൂൾ ഫ്രണ്ടാണ്, ഹെച്ചമ്മനോട് ആരവ് പറഞ്ഞു. എടാ, എങ്ങനെയും ഈ 3 ദിവസം ഈ പിള്ളേരെ സേഫ് ആക്കണം. പേടിക്കണ്ട, ഇവിടുത്തെ കോൺവെന്റിൽ പറഞ്ഞിട്ടുണ്ട്, പിള്ളേരെ അവിടെ സേഫ് ആക്കാൻ പേടിക്കണ്ടെന്ന് പറഞ്ഞു. ഗേൾസ് ബോയ്സ് സെപ്പറേറ്റ് ഉണ്ട്, അവർ നോക്കിക്കോളും. നമുക്ക് ഇവിടെ കൂടാല്ലേ? അരുൺ പറഞ്ഞു. സേഫാണല്ലോ? പേടിയോടെ മൗനിക ചോദിച്ചു. അരുൺ മൗനികയെ നോക്കി. സേഫാണ്, പേടിക്കണ്ട. കോൺവെന്റ് ഹോസ്റ്റലിൽ സ്ട്രിക്റ്റ് എങ്ങനെയാണെന്ന് അറിയാലോ, അതുകൊണ്ട് ഒരു പേടിയും വേണ്ട, ചിരിയോടെ അരുൺ പറഞ്ഞു. മൗനിക പുഞ്ചിരിച്ചു. അവരെല്ലാവരും സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഫുഡ് പിടിക്കാത്ത കാരണം മൗനിക ഛർദ്ദിക്കാൻ തുടങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ എല്ലാവരും ആവശ്യപ്പെട്ടും അവൾ പോയില്ല. 3 ദിവസമായി, എല്ലാവരും പോകാൻ ഒരുങ്ങി. ആഹാരം എടുക്കാതെയും ഛർദ്ദൽ കാരണവും മൗനിക നല്ല ക്ഷീണിതയായി. മൗനിക സ്റ്റെപ്പിൽ നിന്ന് ഇറങ്ങി വന്നതും തളർന്ന് നിലത്തി വീഴാൻ പോയതും ആരോ മൗനികയെ താങ്ങി പിടിച്ചു. എല്ലാവരും പേടിയോടെ മൗനികയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ഡോക്ടർ 2 days കമ്പൽസറി റെസ്റ്റ് വേണം എന്നാവശ്യപ്പെട്ടു. ഇനി പിള്ളേരെ കൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഹെച്ചം ആശങ്കയോടെ പറഞ്ഞു. ഈ അവസ്ഥയിൽ മൗനികയെ കൊണ്ടുപോയാൽ ആ കുട്ടിയുടെ ആരോഗ്യം വഷളാകും, ഡോക്ടർ പറഞ്ഞു. സാർ, നിങ്ങളെല്ലാവരും പോവുക, ഞാൻ ഇവരെയും കൊണ്ടുവരാം. ടീച്ചറിന്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറയാം, ആരവ് എല്ലാവരെയും നോക്കി പറഞ്ഞു. എന്നാ ശരി, ഇനി പിള്ളേരെവിടെ നിർത്തിയാൽ പ്രശ്നം വരും, എല്ലാം കഴിഞ്ഞ് വന്നാൽ മതി, ഹെച്ചം പറഞ്ഞുകൊണ്ട് മൗനികയെ നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് പോയി. മൗനിക ക്ഷീണത്തോടെ കിടക്കുന്നത് കൊണ്ട് ആരവിന്റെ ഹൃദയം പടപടത്തു. ആരവ് മെല്ലെ അവളുടെ അടുത്ത് നിന്ന് കട്ടിലിരുന്നു. എന്താടി എന്റെ പെണ്ണിന് പറ്റിയേ? ആരവ് മൗനികയുടെ തലയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. മൗനിക അപ്പോഴും പുഞ്ചിരി കൊടുത്തു. ആരവ് മൗനികയുടെ നെറുകിൽ ചുംബിച്ചു.
ഇത് കണ്ടുകൊണ്ടുവരുന്ന അരുൺ ഞെട്ടലോടെ നോക്കിക്കൊണ്ട് അടുത്ത് വന്നു. എടാ കള്ള, അതിന്റെ ഇടയ്ക്ക് ഇതെപ്പോ സംഭവിച്ചു? അരുൺ വായും പൊളിച്ചുകൊണ്ട് ചോദിച്ചു. ആരോ ചമ്മലോടെ അവിടെ നിന്ന് എഴുന്നേറ്റു. അതൊക്കെ ഇപ്പോൾ സംഭവിച്ചു, കള്ളച്ചിരിയോടെ ആരോ പറഞ്ഞു. ഒന്ന് പോയടാ, എന്റെ പെണ്ണാ മൗനിക, എന്റെ മാത്രം പെണ്ണ്, ചിരിയോടെ ആരോ പറഞ്ഞു. കേട്ടോ ടീച്ചർ, ഇവൻ ക്ലാസ്സിൽ ഹീറോയാണ്. എല്ലാ പെൺപിള്ളേർക്കും ഇവൻ മതി. ഇവനോ ഒരു പുസ്തകപ്പുഴു. എത്ര പേർ ലവ് പ്രപ്പോസൽ നടത്തി, പക്ഷെ ഒന്നിനും അനങ്ങിയില്ല. ഇവ എങ്ങനെയാ ടീച്ചർ ഇങ്ങനെയായത്? അരുൺ സംശയത്തോട് ചോദിച്ചു. മൗനിക ഒന്നും മിണ്ടാതെ മൗനമായി ചിരിച്ചു. തന്റെ പാതി ഞാനാണെന്ന് തിരിച്ചറിഞ്ഞു. അപ്പോൾ മാഷിന് പ്രണയം തോന്നി. എന്റെ ജീവനിൽ കലർന്ന എന്റെ പ്രാണൻ, ചിരിയോടെ മൗനിക പറഞ്ഞു. പരസ്പരമുള്ള അവരുടെ സ്നേഹം കണ്ട് അരുൺ അത്ഭുതം കൊണ്ടു. രണ്ടുപേരുടെ പ്രണയവും പൂവണിയുവാൻ ഹൃദയം കൊണ്ട് അരുൺ പ്രാർത്ഥിച്ചു. മൗനിക ഡിസ്ചാർജായി അരുണിന്റെ വീട്ടിൽ വന്നു. എന്നാൽ കുറച്ച് റെസ്റ്റ് എടുക്ക്, ഞങ്ങൾ പുറത്തു വായിച്ചു വരാം, അരുൺ പറഞ്ഞുകൊണ്ട് ആരവിനെ കൊണ്ടുപോയി. രാത്രി ആരവ് മാത്രം വരുന്നതുകൊണ്ട് മൗനിക സംശയത്തോടെ. അരുൺ എവിടെ? മൗനിക ചോദിച്ചു. അതോ, ഹോസ്റ്റലിൽ സ്റ്റഡി ഉണ്ടെന്ന് പറഞ്ഞ് അവന് കാൾ വന്നു. അങ്ങനെ അവൻ അവിടെ പോയി. ആരവ് പറഞ്ഞുകൊണ്ട് അകത്ത് കയറി. ഓ, നമുക്ക് നാളെ പോകണ്ടേ? എനിക്കിപ്പോൾ കുറവുണ്ടല്ലോ, മൗനിക ആരവിനോട് ചോദിച്ചു. പോകണം, നാളെ കഴിഞ്ഞ് നമുക്ക് പോകാം. അപ്പോൾ നിനക്ക് കുറച്ചുകൂടെ ഹെൽത്ത് ഓക്കെ ആകും. പേടിയാകുക, എന്തോ ആപത്ത് വരാൻ പോകുന്നതിൽ തോന്നുക, മൗനിക പേടിയോടെ ആരവിനെ നോക്കി പറഞ്ഞു. ഏയ്, നിനക്ക് മേലത്തുണ്ടല്ലേ? ഇത്രയും ദൂരം യാത്ര ചെയ്താൽ നീ പിന്നെയും ക്ഷീണിച്ചാലോ? അതുകൊണ്ടല്ലേ റെസ്റ്റ് എടുത്ത് പോകാന്ന് പറഞ്ഞത്. അതിന് പേടിക്കാൻ എന്താണ്? ആരവ് മൗനികയെ നോക്കി ചോദിച്ചു. മൗനിക ഒന്നും മിണ്ടാതെ അകത്തു പോകാൻ പോയതും ആരോ അവളുടെ കയ്യിൽ പിടിച്ച് തന്റെ നെഞ്ചോട് ചേർത്തു. മൗനികയുടെ ഹൃദയം പടവടത്തു. അവളുടെ കരിമിഴികൾ അവന്റെ മിഴികളിൽ ഉടക്കി. മൗനികയുടെ ചുണ്ടുകൾ വിറച്ചു. ആരോ മെല്ലെ അവളുടെ കവിളിൽ പ്രണയത്തിന്റെ കടി കൊടുത്തു. നിന്റെ പ്രാണനല്ലടി അടുത്ത്. ഒന്ന് തനിച്ചു കിട്ടാൻ, ഒന്ന് ചേർത്ത് പിടിക്കാൻ എത്ര കൊതിച്ചെന്നറിയുമോ? ഈ നിമിഷം നമ്മുടെ മാത്രം നിമിഷം. വെറുതെ കരഞ്ഞു കുളമാക്കലേടോ, ആരവ് മെല്ലെ പറഞ്ഞു. മൗനിക ചിരിയോടെ ആരവിന്റെ മാറിൽ ചാഞ്ഞു. ആരവ് മൗനികയെ വാരിയെടുത്ത് തന്റെ മുറിയിൽ കൊണ്ടുപോയി. മൗനിക അവന്റെ ഗന്ധത്തിൽ മതിമറന്നു. അവൾ അവന്റെ ചൂടിനായി കൊതിച്ചു. കാമവും പ്രണയവും തമ്മിൽ മത്സരം നടത്തിയപ്പോൾ കാമം ജയിച്ചു. അതെ, ഈ നിമിഷം, കുളിരേകുന്ന ഈ നിമിഷം രണ്ട് ഹൃദയങ്ങൾ കാമം കൊണ്ട് നിറഞ്ഞു. ആരോ അവളുടെ മുഖത്തിൽ ആർത്തിയോടെ ചുംബിച്ചു. പ്രണയവും കാമവും കലർന്ന ചുംബനം. ആ ചുംബനം അവളിൽ അനുഭൂതി നിറച്ചു. ആലിലെ താലി കഴുത്തിൽ ചാർത്തിയില്ല, സീമന്തരേഖ ചോപ്പിച്ചില്ല. പക്ഷെ അവനെ മൗനികയ്ക്ക് വിശ്വാസമായിരുന്നു, തന്റെ പ്രാണനോട്. അടങ്ങാത്ത പ്രണയം അവനിൽ അർപ്പിക്കുവാൻ മൗനിക ഒരുങ്ങി. അവന്റെ ചുണ്ടുകൾ അവളുടെ ശരീരത്തിൽ ഇഴഞ്ഞു. ചുംബനം കൊണ്ട് അവളുടെ ശരീരത്തിന് ആരോ പൊതിഞ്ഞു. വാഗ്ദാനം കൊടുക്കാതെ അവളിലെ വികാരത്തിൽ ആരോ മതിമറന്നു. അവളോട് അനുവാദം ചോദിക്കാതെ അവളിൽ അലിഞ്ഞുയർന്നു. രണ്ട് ഹൃദയവും ഒന്നായപ്പോൾ രണ്ട് ശരീരവും ഒന്നു ചേരുവാൻ കൊതിച്ചു. കാമത്തിന്റെ ചൂട് ഇരു ശരീരത്തിൽ തുളച്ചു കയറിയപ്പോൾ പരസ്പരം എല്ലാം മറന്ന് അവൻ അവളിൽ ആഴ്ന്നിറങ്ങി. നോവിന്റെ ചെറു സുഖത്തോടെ അവന്റെ പ്രാണനായി മൗനിക അലിഞ്ഞു. കാമം കെട്ടടങ്ങിയപ്പോൾ, ആവേശം കെട്ടടഞ്ഞപ്പോൾ അവർ ചെയ്ത തെറ്റ് പരസ്പരം മനസ്സിലാക്കി. മൗനിക മുഖം പൊത്തിക്കരഞ്ഞു. പുതപ്പുകൊണ്ട് അവളുടെ നഗ്നത മറച്ചപ്പോൾ ആരവ് കണ്ടു പുതപ്പിൽ പടർന്ന രക്തത്തുള്ളികൾ. ആരവ് തലയിലടിച്ചുകൊണ്ട് തന്റെ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിച്ചു. ആരവ് ഒന്നും മിണ്ടാതെ മൗനികയെ ചേർത്ത് പിടിച്ചു. മൗനിക ആരവിന്റെ നെഞ്ചിൽ വീണ് കരഞ്ഞു. ഏറെ നേരത്തിന് ശേഷം മൗനിക മൗനമായി. മൗനി, നീ എന്റെ പെണ്ണ. താലിച്ചരടിൽ കോർത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഒന്നാണ്. ആര് വിചാരിച്ചാലും നമ്മളെ പിരിക്കാനാകില്ല. ഈ ആരവ് നിന്നെ ഒരിക്കലും ചതിക്കില്ല. മൗനികയുടെ നെറുകിൽ ചുംബനം കൊടുത്തുകൊണ്ട് ആരവ് പറഞ്ഞു. മൗനിക കണ്ണുകൾ വിടർത്തി നോക്കി. ഞാനുണ്ട് നിനക്ക്. നീ എന്റെ പെണ്ണ, എനിക്ക് വേണ്ടി ജനിച്ചവൾ. ആരവ് അവൾക്ക് വാക്കുകൊടുത്തു. പിറ്റേ ദിവസം രണ്ടുപേരും നാട്ടിലോട്ട് മടങ്ങി. മൗനിക ആരവും മൗനമായിരുന്നു.
ആരവും മൗനികയും വീട്ടിൽ കയറിയതും ആരവിന്റെ അമ്മയെ കണ്ടതും രണ്ടുപേരും പകച്ചു. മോളെ, ഇപ്പോൾ എങ്ങനെയുണ്ട്? സുചിത്ര ഓടി വന്ന് ചോദിച്ചു. കുറവുണ്ട്, മൗനിക മുഖം കൊടുക്കാതെ പറഞ്ഞു. അമ്മ എപ്പോ വന്നു? വൈശു അവരൊക്കെ എവിടെ? ആരോ ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളൂ. മൗനി മോള് വന്നിട്ട് ഒരു കാര്യം പറയാം എന്ന് വിചാരിച്ചു. അതാ ചിരിയോടെ ആരവിന്റെ അമ്മ പറഞ്ഞു. മൗനിക ഒന്നും മനസ്സിലാതെ അമ്മയെ നോക്കി. സുചിത്രയും അറിയില്ലെന്ന് പറഞ്ഞു. നൈനിക ആ സമയം ചായ കൊണ്ട് അവരുടെ കയ്യിൽ കൊടുത്തു. അവർ ചിരിയോടെ ചായ മേടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ നൈനികയെ നോക്കി. ഈ വീട്ടിൽ എല്ലാം നോക്കുന്നതും കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കുന്നതും മോളായതുകൊണ്ട് മോൾ വരാൻ വേണ്ടി കാത്തിരുന്നു. എന്താ അമ്മേ? മൗനിക സംശയത്തോടെ ചോദിച്ചു. ആരവിന്റെ കാര്യം പറയാനാണ്. ആരവിന്റെ മുഖം തെളിഞ്ഞു. സുചിത്രയുടെ മുഖവും സന്തോഷം കൊണ്ട് പ്രകാശിച്ചു. മോളെ, നൈനിക അവളെ ഞങ്ങൾക്ക് ഇഷ്ടമായി. ആരവിന് വേണ്ടി ആലോചിക്കാൻ വന്നതാ. മോൾ എന്തു പറയുന്നു? അവർ പറഞ്ഞതും സുചിത്രയുടെ മുഖം വിളറി. ആരവ് ഞെട്ടലോടെ നിന്നു. നൈനിക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മൗനിക ഒന്നും മിണ്ടാതെ ഭിത്തിയിൽ ചാരിയിരുന്നു. മൗനികയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. തുടരും.